Hi. Welcome to my vlog. So today we are making momos. Hi. നമുക്ക് ആദ്യം ഇത് നമുക്ക് വാഷ് ചെയ്യാം. Let's wash the chicken wash coating. Chicken wash coating. Chicken. ये बहुत clean है. Let's chop the onion. Yes. Let's boil them. First നമുക്ക് ഇതിനെ boil ചെയ്യണം. Show me here. First നമ്മൾ 2-3 വിസിൽ വരുന്ന വരെ നമ്മൾ അതിനെ boil ചെയ്യണം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ടർമറിക് പൗഡർ डालने के बाद we'll boil them. Okay? Yes. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാലോ മഞ്ഞൾപ്പൊടി ഇങ്ങനെ നമ്മൾ കുഴക്കണം. मेरा मुझे भी दिखाओ. ഇങ്ങനെ ഫുൾ കുഴക്കണം. കുഴച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനെ വേവിക്കാൻ വേണം. ഒരു 1-2 വിസിൽ വരെ നമ്മൾ വേവിക്കാൻ വെക്കണം. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ബന്ദ് ചെയ്യും. നമ്മൾ ഇതിനെ ബന്ദ് ചെയ്ത് വെക്കണം. ഓക്കെ, ബന്ദ് ചെയ്ത് സോറി മാൻ गैस कത്തിക്കാലോ. ഗ്യാസ് കത്തിക്കാം. അപ്പൊ നമ്മളെ ഉള്ളി മുറിച്ചിട്ട് നമ്മള് ഓൾറെഡി പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. മുളക് 2-3 മുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ജിഞ്ചർ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഗാർലിക് ഇവിടെ മുറിക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, കാണുന്നില്ലേ? നമ്മൾ ഈ ഉള്ളി ഇങ്ങോട്ടേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ വീട്ടിൽ മൈദയില്ല. അപ്പോൾ മൈദ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട്. അപ്പോൾ ആ പോയിട്ട് വരുന്ന വഴിയാന്ന് വന്നിട്ടാ നമ്മൾ മൈദ വാങ്ങിക്കാൻ പോയി. മൈദ വാങ്ങിച്ചിട്ട് വന്നു. നമ്മൾ മൈദ കുഴക്കാൻ പോകും. അപ്പൊ ഇത് നമ്മള് കുക്കിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് സൂപ്പ് വെള്ളം കളയണ്ടല്ലോ, കുക്കി കുടിച്ചോളൂ. കുക്കിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് സൂപ്പ് ഒരു ബോൾ ആദ്യം കൊടുത്തു. 2ാമത്തെ ബോളാണ് ഇത്. കുക്കി മെല്ലെ കൊടുക്കുന്നത്. നല്ല ചൂടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പൊട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ബോൺലെസ് ആക്കി മാറ്റണം. ഓക്കെ, നമ്മൾ ഓരോ പീസും ബോൺലെസ് ആക്കി മാറ്റണം. ബോണുള്ള പീസൊന്നും നമുക്ക് മൊമോസിന് വേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളെല്ലാം നല്ല കുഞ്ഞ് അത് നമ്മളിത് ശരിക്കും കീമയായിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇതായതുകൊണ്ട് ചിക്കൻ അതിന് വാങ്ങിക്കാൻ ഇതായതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമലി ഇത് പുറത്തുള്ള ആൾക്കാരാക്കുമ്പം കീമ അത് വാങ്ങിച്ചിട്ട് ഡയറക്റ്റായിട്ട് സ്റ്റീം ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ബോയിൽ ചെയ്യാം. സ്റ്റീം ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് പിന്നെ എക്സ്ട്രാ പൈസയല്ല സ്റ്റീം ചെയ്ത് അതിനെല്ലാം കീമ എല്ലാം വാങ്ങിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു we will do this. കുഞ്ഞു പീസാക്കിയിട്ട് അത് നല്ല അപ്പിച്ചി മാതിരി ആക്കി നല്ല വൃത്തി കൊത്തു പൊറോട്ടകൾ കൊത്തൂലേ അതേമാതിരി കൊത്തിയിട്ട് കുഞ്ഞു പീസാക്കിയിട്ട് നമ്മൾ കുക്കി കൊത്തിയതോ നമ്മൾ ബോണെല്ലാം കുക്കിക്കും കൊടുത്ത് ബാക്കിയുള്ള പീസെല്ലാം നമ്മൾ അങ്ങനെ നമ്മളെ മസാല ആക്കി. പിന്നെ നമ്മൾ അടുത്ത് നമുക്ക് മൊമോസ് പരത്തിയിട്ട് മറ്റേ മൈദ പരത്തിയിട്ട് നമുക്ക് മൊമോസ് എടുത്ത് ഫില്ല് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം എൻ്റെ ഫ്രണ്ട് പരത്തി അതിനാകുന്നില്ല ലാസ്റ്റ് മമ്മ വന്ന് പരത്തി ഇങ്ങനെ വന്നിട്ട് ആ മൊമോസ് ആക്കുക. ഇങ്ങനെയല്ല കുറച്ചും കൂടി വൃത്തിക്കാക്കും.
നമുക്ക് അടുത്തത് ചട്നി ആക്കാം. ചട്നി നമുക്ക് സ്വന്തം ആക്കണം. ഞാൻ പുറത്തുനിന്ന് വാങ്ങണ്ടെന്ന് പറഞ്ഞു. മയോണൈസ് ഒരു ഫ്രണ്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പം ചട്നി ആക്കാൻ വേണ്ടി നമ്മൾ തക്കാളിയും മുളകും കൊണ്ടാണ് ചട്നി ആക്കാൻ പോകുന്നത്. മോമോസും ചട്നി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. വറ്റൽ മുളകും തക്കാളിയും കൂടി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേവിക്കും. അതിൻ്റെ തൊലി മാറിക്കിട്ടും. നമ്മുടെ തക്കാളിയുടെ തൊലി കൊടുത്തു. അതങ്ങനെ തൊലി മാറിക്കിട്ടും. നമ്മളത് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. നമുക്കുണ്ടോ മോമോസ് നമ്മൾ എടുത്തിട്ട് ഉള്ളിൽ നമ്മളിങ്ങനെ വെക്കും കേട്ടോ. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയ മോമോസ് ഇപ്പം ഇങ്ങനെ വെക്കും. നമുക്കിങ്ങനെ ഈ മോമോസ് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. ബാക്കിൻ്റെ ഗോൾ 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 സാധനം ചട്ടിൻ്റെ എപ്പോഴും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോൾ 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 സാധനം ഇങ്ങനെ ഇടും. മോമോസ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. പച്ചയായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് സ്റ്റീമായിട്ട് കഴിക്കും. പപ്പ ഒരിക്കൽ കമ്മയിലുണ്ടാകുമ്പോൾ അങ്ങനെ കൊണ്ടുവന്നേനു. അവരെ ഓഫീസ് ഉണ്ടായത് നല്ല എന്തോ ഉണ്ടായിട്ട് കിട്ടിയിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ കഴിച്ചു. അപ്പോൾ കുറേ അത് വെജ് ചെയ്യണം. ഇത് വെജും ഉണ്ടാവും, പനീരും ഉണ്ടാവും, തന്തൂരി ഉണ്ടാവും, എന്തെല്ലോ ടൈപ്പ് മലായി അതും ഇതും ചീസും അതും ഇതിലിട്ട് കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സ്റ്റീം ചിക്കൻ മോമോസാണ്. എനിക്കതാ ഇഷ്ടം. ഫ്രൈഡിനും ഭയങ്കര ഇതെല്ലായിട്ടും ഇത് ഹെൽത്തിയാണ്. നമ്മൾ അഥവാ ഇത് ആട്ടയിലും ചിക്കനും വെജിറ്റബിൾസ് ഇട്ടിട്ട് ആക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ हेल्थी സാധനമാണ്. നോ ഓയിൽ നത്തിങ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ अयो अरे मैंने ना उसमें ऑयल डालना भूल गई. हम लोग पहले നമ്മൾ ആദ്യം ചെയ്ത പ്രൊസീജിയർ ഇല്ലേ, നമ്മളെ ചിക്കനെല്ലാം ഇതാക്കിയിട്ടില്ലേ, അപ്പം അതിനകത്ത് നമ്മൾ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിന് ഒഴിക്കണം. അത് ഞാൻ മറന്നു പോയി. സാരില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മോമോസ് ആയിട്ടുണ്ടല്ലോ. ടേസ്റ്റി മോമോസ് കഴിക്കാൻ എല്ലാവരും വന്നോളൂ. അതിൻ്റെ നമ്മളതിന് മോമോസിൻ്റെ അപ്പം നമ്മൾ കോമ്പിനേഷൻ എന്താണെന്ന് അറിയാം. മയോണീസ് അല്ലെങ്കിൽ നല്ല റെഡ് സ്പൈസി ആയിട്ടുള്ള ചട്നി. ഇത് കിട്ടുന്നില്ല ഭഗവാനെ മുത്തപ്പ. ഇത് സ്റ്റീം. ഇപ്പം നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ചൂടാക്കി ഓയിൽ എടുത്തു കേട്ടോ. സൺഫ്ലവർ വന്ന ഓയിലോ. അപ്പോൾ ഓയിൽ ചൂടാക്കിയിട്ട് നല്ല നമ്മൾ ജീരകം ഇട്ടു. കുറച്ചൊരു ഒരു സ്പൂൺ ജീരകം ഇട്ടു. 1 സ്പൂൺ ജീരകം ഇട്ടിട്ടാകുമ്പോൾ നമ്മൾ പണിടാതെ 1 സ്പൂൺ ജീരകം ഇട്ടിട്ടാകുമ്പം നമ്മൾ അതിൻ്റെ അകത്ത് കുഞ്ഞ് കട്ട് ചെയ്ത് ഗാർലിക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ആ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ആ പേസ്റ്റ് ആക്കിയിട്ടില്ലേ, ഇതാക്കിയിട്ട് ആ പേസ്റ്റും നമ്മൾ അതിനെ തേച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കളഞ്ഞു. മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്ത് അതല്ലോ. യെസ്, അത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ആ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങളെങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അതൊക്കെ അതിൻ്റെ അളവൊന്നും അറിയില്ല. അത് മലയാളം കണ്ടിട്ട് അയ്യാ. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം അതിന് കുറച്ചൊന്ന് കുറുകി വരണം കേട്ടോ. നല്ല കുറച്ച് ഡ്രൈ മാതിരിയാണ്. അതിന് ശേഷം നമ്മൾ ഇത് മുകളിട്ടുണ്ടെന്ന് ധനിയ അതും കൂടി ഇട്ടാൽ അടിപൊളി ചട്നി. നമുക്ക് നമ്മളെ മോമോസ് കഴിക്കാം. മോമോസ് വേണം. മോമോസ് है गाइस, हमारा मोमोस बन के रेडी है. तो मोमोस को कैसे खाने का है? ऐसे खाने का, ऐसे डिप करने का चटनी में, ऐसे डिप करने का मायोनीज में, फिर इसको ऐसे देने का. ऐसे हमारा 3 മണിക്കൂറത്തെ പരിശീലനമാണ് ഗൈസ്.
chicken. You guys also have it. ഞാൻ ആക്കിയോണ്ടല്ല, അടിപൊളി ടേസ്റ്റ്.